ഗിത്താർ ഇപ്പോൾ പഠിച്ചിട്ടില്ലേ? ഗിത്താർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചെന്ന് പറയുന്നത് പഠിച്ച ഒരു ഗിത്താറിസ്റ്റ് എന്ന പേരൊന്നും ഞാൻ ഇതുവരെ അങ്ങേറ്റൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ പറ്റുമെങ്കിൽ ഈ ഡിസംബർ 8-ന് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്, ഡിസംബർ 8 അന്ന് ഞാൻ അതിനുവേണ്ടി ഒരു സാധനം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതൊന്ന് ചെയ്യണമെന്നുണ്ട്. അത് പക്ഷേ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ മാസ്റ്റർ സമ്മതിക്കണം. ഷമ്മിച്ചേട്ടാ, അദ്ദേഹം എന്നെ ഷമ്മിച്ചേട്ടാന്ന് വിളിക്കുന്നത്. ചെറുപ്പക്കാരനാണ്, കൊച്ചു പയ്യനാണ്, മാസ്റ്റർ എന്ന് വിളിക്കുന്നെങ്കിലും. അപ്പോൾ അദ്ദേഹം, ഞാനത് പുള്ളിയടുത്ത് പറഞ്ഞിട്ടുണ്ട്, മാസ്റ്റർ എന്ന് പറയുന്നു അന്നേ ഞാനിത് കഴിയുള്ളൂ. ഇനി അടുത്ത വർഷം അച്ഛന് വേണ്ടി ഒരു പാട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഓർമ്മയ്ക്കായിട്ട്. അത് ഇതാണ് ആ പാട്ട്, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും. അപ്പോൾ അതിൻ്റെ ഒരു ഗിറ്റാർ കവർ വേർഷൻ ചെയ്യണം. ഈ ബാത്റൂമിൽ പാടുമെന്ന് എനിക്കറിയാം. ക്യാമറയുടെ മുമ്പിൽ പാടാനുള്ള ധൈര്യം ഉണ്ടോ? പാടിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ശബ്ദം പഴയ പോലെ പാടുന്നതിന് ശബ്ദം വേറെ രീതിയാണ്. എനിക്കിപ്പോൾ അത്രയും ഹൈ റേഞ്ച് ഒന്നും, അതുകൊണ്ടാണ് ഞാൻ ഗിറ്റാർ പഠിക്കുന്നത്. എനിക്ക് പാടാൻ പറ്റും. ഇപ്പോൾ രാമകഥാഗാനലയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് പാടാൻ എനിക്ക് പറ്റില്ല. കാര്യം അത് ഇച്ചിരി അതുപോലത്തെ ബുദ്ധിമുട്ടുള്ള പാട്ടാണ്. പക്ഷെ ഞാനത് ഗിറ്റാറിൽ വായിക്കാം. ഞാനത് അതാണ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പാട്ട് ഏകദേശം പകുതിയായി. പല്ലവിയും അനുപല്ലവിയും പഠിച്ചു കഴിഞ്ഞു. അതിനകത്ത് ആ ഹമ്മിങ് ഉണ്ടല്ലോ, അതൊന്ന് വരുത്തി കിട്ടിയാൽ മതി. സ്വരങ്ങളൊക്കെ കിട്ടും. രാഗവും എനിക്ക് ഇഷ്ടമുള്ള രാഗമാണ്. അതൊക്കെ കൊണ്ട് അതങ്ങ് പോകും. പക്ഷെ മറ്റേ ആ ഹമ്മിങ്, അതിനകത്ത് ഈ ഗമകം കൊണ്ടുവരികയാണല്ലോ ഗിറ്റാറിലൊക്കെ വലിയ പാട്. സിത്താറിൽ നമുക്ക് അതുപോലെ കൊണ്ടുവരാം. ഗിറ്റാറിൽ അങ്ങനെ ഗമകം കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇച്ചിരി പാടാണ്. അത് കയ്യിൽ, പിന്നെ എൻ്റെ ഇടത്തെ കയ്യിലായതുകൊണ്ട് കുറച്ച് എനിക്ക് എളുപ്പമായിട്ട് നടക്കുന്നുണ്ട്.